ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് പറയാറുള്ള പോലെ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ നല്ലൊരു ദിവസം എന്ന് പറയണത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു കുട്ടികൾ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പണ്ടത്തേക്കാൾ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. നിങ്ങൾക്കത് വഴിയേ കാണാം. അപ്പോൾ ഇന്ന് രാവിലെ ദോശയായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ പറയുക, സ്ട്രിക്ട്ലി എൻ്റെ ഭക്ഷണത്തിന് ഭയങ്കര നിയന്ത്രണമാണ് ഇപ്പോൾ കുട്ടികൾ വരുത്തിയേക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്കും ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് ഞാൻ എല്ലാ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. ഇവിടെ നമ്മുടെ പാച്ചു വണ്ടി ഓടിക്കുന്നുണ്ട്, അതിൻ്റെ ശബ്ദമാണ് കേട്ടോ കേൾക്കണേ. ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, ഞാൻ ഇവരൊക്കെ കിടന്നതിന് ശേഷമാണ് ഞാൻ ഓരോന്ന് ചെയ്യാറ്. ഇപ്പം ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാതിരയാവും. അപ്പോൾ അതുകൊണ്ട് അത്രയും വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം എൻ്റെ പരിപാടികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ നേരത്തെ കൊടുക്കുന്നത്. അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ വന്നപ്പോൾ ഇവരെല്ലാവരും രണ്ടുപേരും കുട്ടികളെ വിടാനുള്ള തിരക്കിൽ നിൽക്കണു. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷമാണ് അവർക്ക്. അപ്പോൾ എന്നെ കണ്ട സന്തോഷമാണ് നമ്മുടെ ചാക്കോച്ചൻ. ഇപ്പോൾ ഭയങ്കര സെറ്റാട്ടോ. ഞങ്ങൾ തോമും അതെ ഇപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ. അന്ന് ഡോൺ ഹോസ്പിറ്റലൈസ് ആയി അന്ന് പോയില്ലോ, അന്ന് രാവിലെ തൊട്ട് ഞാൻ രണ്ടുപേരുടെ കൂടെ കിടക്കുമായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഇവർ ഭയങ്കര സ്നേഹമാട്ടോ, ഭയങ്കര സെറ്റായി ഞങ്ങൾ. അപ്പോൾ അങ്ങനെ പാച്ചുവിൻ്റെ കയ്യടിയും ഇതും, പിന്നെ ഇനി തോമു സ്കൂളിൽ പോകാനുള്ള പുറപ്പാട്. അപ്പോൾ അവനും ഇപ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ കൊഞ്ചിയിട്ട് ഓടി വരണതാട്ടോ എൻ്റെ അടുത്തേക്ക്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മൂന്നാളും കൂടിയിട്ടുള്ള കളിയും ബഹളമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സൈലൻ്റായിട്ടൊരു വശത്ത് നിൽക്കായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് വീണ്ടും പഴയ പോലെ കുട്ടികളോടുള്ള കളിയും ചിരിയും ബഹളവും അവരുടെ കൂടെയുള്ള ഓട്ടവും ചാട്ടവും ഒക്കെ വന്നു. നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോഴല്ലേ അവരുടെ കൂടെ കളിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് കൊള്ളിപ്പേര് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തൊട്ടില്ല കേട്ടോ. ഞാൻ കാരണം ഷുഗറാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ടില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു പീസ് ബ്രെഡും ബട്ടറും കഴിച്ചു. അപ്പോൾ അതേപോലെ ഞാൻ മറ്റേ ഡെലീഷ്യസ് അല്ല, ഞാൻ അമൂലാണ് കേട്ടോ കഴിച്ചത്. ഞാൻ അത് കൊച്ച് പാക്കിൽ 5 പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചു വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇവിടെ തോമുട്ടന് ഇഷ്ടമായില്ല ജുബയും ബനിയനും. അവനങ്ങനെ എന്താ പറയുക, ട്രഡീഷണൽ ഡ്രസ്സുകൾ അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടമല്ല മൂപ്പർക്ക്. വെറുതെ ഒരു ട്രൗസറും ബനിയനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷത്തിനോടനുബന്ധിച്ച് രണ്ടുപേരെയും ഇങ്ങനത്തെ കുർത്ത ഇടിക്കാനാണ്. അപ്പോൾ ഒന്നൊരു ഫോട്ടോ എടുത്തപ്പോൾ ഡോൺ അയച്ചത് നേരത്തെ പോയി. ഡോണിന് അയച്ചു കൊടുക്കാനായിട്ടൊരു ഫോട്ടോ എടുക്കാനായിട്ട് അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ സൂത്രങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ ചാക്കോച്ചനെയും കൊണ്ട് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. അങ്ങനെ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് തരും. അപ്പം അന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇൻഡിപെൻഡൻസ് ഡേക്ക് കവളൊക്കെ കാണിച്ചു കൊടുത്തു വരയ്ക്കാനായിട്ട്. പുലിക്കളിയുടെ അന്ന് പുലിയായിട്ട് നിന്ന് കൊടുത്തു. അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഞാൻ പറയാം അത് അമ്മയുടെ പോലെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ തോമുവിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഒട്ടും ഇഷ്ടമല്ല. അവൻ ഒട്ടും നിൽക്കില്ല, ക്യാമറ കണ്ടാൽ അവൻ ഓടും, അങ്ങനെയാണ്. അങ്ങനെ രണ്ടാളും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ പാച്ചുവിന് ശരിക്കും പറഞ്ഞ ഒരു 6 മാസം മുമ്പ് തയ്ച്ചതാണ് ആ ഡ്രസ്സ്. പക്ഷേ ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം. ഇത് അവൻ കുറേ വലുതായി, കാരണം ആ ഡ്രസ്സ് ഇറക്കം കുറഞ്ഞേക്കണം. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ ഇവിടെ പതിയുമ്പടി. അപ്പോൾ അവരവിടെയൊക്കെ പോണ സമയത്ത് ഇവനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പോണത് ഞാൻ അങ്ങനെ കാണില്ല കേട്ടോ. ഇത് നമ്മളുടെ ഓർണമെൻറ്റ്സ്, ഇന്ന് കൊടുക്കാനുള്ള ഓർണമെൻറ്റ്സ് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ കൂടെ എടുത്തതാണ്. ഇതെല്ലതും അതെ, ഇത് നല്ല ഒരു സെലക്ഷനായിരുന്നു ഈ ഓർണമെൻറ്റ്സിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ഓരോരുത്തർ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് പേഴ്സണലി കുറേ ഇഷ്ടം വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അയ്യോ ഇതാണോ ഇഷ്ടമായതെന്ന് തോന്നും. പക്ഷേ ഇത് ഒക്കെ ബെസ്റ്റ് ഓർണമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അതെ, എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും പാച്ചൂട്ടനും തോമുട്ടനും തിരിച്ചെത്തിയിട്ടോ 1:15 ആയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിവൈൻ മറ്റേ എന്താ പറയുക, അല്ല ഇന്ന് അപ്പാപ്പൻ തന്നെയാട്ടോ കൊണ്ടുവരാൻ പോയത്. എൻ്റെ ഇന്നലത്തെ ഓർമ്മ എനിക്ക്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു വന്ന് ഊണ് കഴിച്ചു. അപ്പോൾ ഇന്ന് ഭക്ഷണം എന്തായിരുന്നു? ഇന്ന് രസവും ബീഫ് കറിയും ബീഫും പിന്നെ ഗോവയ്ക്ക ഉപ്പേരിയായിരുന്നു. എനിക്ക് അറിയാലോ സാലഡും കാര്യങ്ങളൊക്കെയാണ്. എന്നോട് ഒരു പിടി ചോറൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചോറാണ് ഇഷ്ടം. ചിലപ്പോൾ നോ പറയണ കാരണമായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പാച്ചു ഇങ്ങനെ ഡ്രസ്സിൽ വരണേന്ന്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രീ KG പ്ലേ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരെ ഒന്ന് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിയിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയറിയാം. പോണ ഡ്രസ്സിലല്ല പാച്ചുട്ടൻ എപ്പോഴും മടങ്ങി വരിക. പ്രത്യേകിച്ച് അവൻ ബാത്റൂമിൽ പോവുകയും മൂത്രമൊഴിക്കുക ഡയപ്പർ മാറ്റുക എന്തെങ്കിലും വേണ്ടി വന്നാൽ പിന്നെ അവർ ആ ഡ്രസ്സ് ഇടിയിക്കില്ല. അത് ആ ബാഗിൻ്റെ സൈഡിൽ ഒരു കവറിലിട്ടിട്ട് ഇങ്ങനെ കൊടുത്തയക്കും. അപ്പോൾ ചേട്ടന്മാർ വന്ന സന്തോഷമാണ് കേട്ടോ ചാക്കോച്ചനെ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചനെ കളിപ്പിക്കുകയാണ് അവർ. അങ്ങനെ അവിടെ എന്താ പറയുക. അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടേക്കൊന്ന് മൊത്തം
ക്ലീൻ ചെയ്യണം. സാധാരണ ഊണൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കിടക്കാറാണ് പതിവ്. കാരണം ഗുളികകൾ ഞാൻ പറഞ്ഞില്ലേ, അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് കിടന്നാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് കിടക്കില്ല എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകണം. കാരണം വീടിൻ്റെ ഓരോ മുക്കും മൂലയും അത്ര വലിയ സുഖത്തിലല്ല കിടക്കുന്നത്. എങ്ങനെ നമ്മളെന്നും വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും എവിടെ നമ്മളുടെ കൈ എനിക്കിടയ്ക്കൊന്നും എൻ്റെ കൈ ചെന്നില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ ഇങ്ങനെ കെടുക്കുന്നുണ്ട്. അപ്പോൾ ഡിവൈനും ഡോണും ഒരു യാത്രയുണ്ടായിരുന്നു അവർക്ക്. അവരുടെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഒരു ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചാക്കോച്ചനെ കൊണ്ടുപോയിട്ടില്ല. ഡിവൈനും ഡോണും ഡിവൈനും തോമും കൂടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ഓൺലൈനിൽ ഞാൻ മറ്റേ 3-in-1 ടീ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കഴിഞ്ഞു പോയി, ഞാൻ അതിലിട്ടിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ അറിയാം കേട്ടോ. ഞാൻ അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഡാഡിയോട് പറഞ്ഞു, കണ്ടോ അതിൻ്റെ എല്ലാ മുക്കും മൂലയും ഒക്കെ അഴുക്കുണ്ട്. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ചാക്കോച്ചനെയും ഡിമ്പിളിനെയും പാച്ചുവിനെയും കൂടിയിട്ട് ഞാൻ റൂമിലേക്ക് മാറ്റിയിട്ട് അവർ അത്യാവശ്യം എനിക്ക് ഡിമ്പിളൊക്കെ അങ്ങോട്ടും കൂടെ വെച്ച് ഇട്ട് തന്നുട്ടാ. എന്നിട്ട് ഞാൻ അവരെ വിട്ടു. കാരണം പൊടി വന്നു കഴിഞ്ഞാൽ രണ്ടാൾക്കും അലർജി ഉള്ളതാണ്. പാച്ചുവിനായാലും അതെ, പാച്ചുവിനേക്കാൾ കൂടുതൽ ചാക്കോച്ചിന്. അപ്പോൾ അവരെ ഞാൻ ഇട്ടിട്ട് ഞാൻ പതുക്കെ ഒതുക്കാൻ നിന്നുട്ടാ. അപ്പോൾ എൻ്റെ വീട് കണ്ടില്ലേ. അപ്പോൾ ശരിക്ക് എനിക്ക് തോന്നുന്നു 2:30 തുടങ്ങിയതാണ് എൻ്റെ ഒതുക്കൽ. ശരിക്കൊരു 4 മണിക്കൂർ 3.5-4 മണിക്കൂർ എടുത്തുട്ടാ ഇതൊന്ന് കഴിയാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് താഴെയൊക്കെ തുടയ്ക്കുമെങ്കിലും മുകളിൽ ഉള്ള വളരെ കുറവായി തുടയ്ക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. തന്നെ നിന്ന് ചെയ്യുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മളുടെ ഇഷ്ടത്തിന് ഓരോന്ന് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികളുള്ളപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ഇടയിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ വല്ലതും ചെയ്യാനായിട്ട് 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് നമ്മൾ 10 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊന്ന് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇവർ പുറത്ത് പോകുമ്പോൾ ഒക്കെയാണ് എൻ്റെ പണികൾ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഡിമ്പിളും പാച്ചൂട്ടനും ചാക്കോച്ചനും റൂമിലേക്ക് പോയി. ഡാഡി ഓൾറെഡി പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡാഡി പുറത്ത് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കഴിഞ്ഞിട്ടാണ് ഡാഡി പോയത് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഒപ്പം നിന്ന് ചെയ്തതിന് ശേഷമാണ് ഡാഡി പോയത്. എനിക്ക് ഷീറ്റൊക്കെ ഇടുമ്പോൾ ഡാഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ കുറച്ച് നേരം ഡാഡി കിടന്നു. അപ്പോൾ പോണ സമയമാകുമ്പോഴേക്കും ഡാഡിക്ക് ചെയ്യാനുള്ള പണികൾ ഞാൻ അങ്ങോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലാസ് എനിക്ക് തന്നെ പറ്റില്ല. ഡാഡി ഉറങ്ങുക, പാച്ചു ഉറങ്ങുക, അല്ല ഡിമ്പിൾ ഉറങ്ങുക. അപ്പോൾ ഈ ഗ്ലാസ് എടുത്ത് പൊക്കണമെങ്കിൽ പണിയുണ്ട്. അപ്പോൾ ഞാൻ അത് കൈകൊണ്ട് എത്താവുന്നിടത്തോളം തുടച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നാൾ മമ്മിയുടെ അടിയിൽ പോയപ്പോൾ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഷീറ്റ് വാങ്ങിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇത് വെറുതെ റബ്ബർ ഷീറ്റാണ്. ടേബിൾ മേശപ്പുറത്ത് ഇടുന്ന വെറുതെ കനം കുറഞ്ഞ അധികം കനമില്ലാത്ത ഷീറ്റാണ്. ഇത് നമ്മളുടെ ഡബിൾ ടേപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. 20 പീസ് അങ്ങട നല്ല സാധനം കേട്ടോ അത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയുടെ ഹെൽപ്പ് വേണ്ടി വന്നു എനിക്കിതൊന്ന് വെട്ടാനായിട്ട്. അപ്പോൾ ഡാഡി പോകാനായിട്ട് എണീറ്റപ്പോൾ ഞാൻ വേഗം ഇത്. അപ്പോൾ ഇതാവുമ്പോൾ എങ്ങനത്തെ ഗുണമെന്ന് വെച്ചാൽ കുറച്ചങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് കളയാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് എന്താ പറയുക വല്ല കബേർഡിൻ്റെ ഉള്ളിലോ എവിടെയെങ്കിലും ഇടാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങിക്കേണ്ടത്. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന പോലെ ചെയ്യുന്നത്. കാരണം എങ്ങനെ വന്നാലും കുട്ടികളുള്ളപ്പോൾ മേശപ്പുറത്തായാലും ഭയങ്കര എങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ക്ലീൻ ആവില്ല. അപ്പോൾ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ടേബിൾ മേറ്റുകൾ ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പല പാറ്റേൺ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും യൂസ് ചെയ്യാണ്ട് ഇതിട്ടത് എന്താണെന്ന് വെച്ചാൽ ഉപയോഗം കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി കളയാലോ വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ക്ലീൻ ചെയ്തത് ഡൈനിങ് ടേബിളാണ് കേട്ടോ. കാരണം അത് ഞാൻ പറഞ്ഞില്ലേ ഡാഡിയുടെ ആവശ്യം വരും എനിക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അറ്റത്തുള്ള കസേര അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം റോബോട്ടിന് അവിടെ വരുമ്പോൾ ഒരു പിടുത്താണ്. അപ്പോൾ ഞാൻ ആ ചെയർ അവിടെ നിന്ന് എടുത്തു. കാരണം നമ്മളവിടെ സാധാരണ ഇരിക്കണില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ചെയർ അവിടെ നിന്ന് എടുത്തിട്ട് ബാക്കി ഒക്കെ അവിടെ സെറ്റ് ചെയ്തു. ഇവിടെയൊക്കെ തുടച്ചു, പൊടിയൊക്കെ തട്ടി, എന്താ പറയുക, ആ ഒരു കോർണർ ഞാൻ ഓരോ കോർണർ എടുക്കുക. കാരണം എങ്ങാനും പകുതിയിൽ വെച്ച് പണി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഇരട്ടിപ്പണി ആവരുതല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഒരു സെക്ഷനാണ് ഫുൾ ക്ലീൻ ചെയ്തു. എല്ലാ മുക്കും മൂലയും കബേർഡും ഒക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ എന്താ പറയുക തൂങ്ങി നടക്കായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ കാര്യം നമ്മളങ്ങനെ കിടന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഉഷാറായിട്ട് പണിയെടുത്താൽ നമ്മളെ പേടിച്ചിട്ട് നമ്മളുടെ മേത്തുള്ള അസുഖങ്ങളോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ഓടിപ്പോക്കോളും. അതാണ് എൻ്റെ ഒരു ഇതിട്ട. ഞാൻ ഡിമ്പിളിനോടായാലും കുട്ടികളോടൊക്കെ പറയാതെ വയ്യ എന്ന് വിചാരിച്ചിട്ട് കിടക്കരുത്. കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി മടി പിടിച്ച് കിടക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ എണീറ്റ് നമ്മൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ അസുഖം നമ്മൾ മറക്കും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഇതൊക്കെ പതുക്കെ മാറ്റിയിട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും വയ്യാണ്ടായിട്ടോ. കാരണം
കാലൊക്കെ കഴിച്ച് കയ്യും കഴിച്ചു, കാരണം എനിക്ക് പതിവില്ലാത്തൊരു പണിയാണ്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വലിക്കണ ഒച്ച കേട്ടിട്ട് ഡിമ്പിൾ വേഗം ഓടി വന്നു കേട്ടോ. ഡിമ്പിൾ വന്നിട്ട് പാച്ചു കിടന്ന് ഉറങ്ങായിരുന്നു. ചാക്കോച്ചൻ ഓൾറെഡി എണീറ്റു. അപ്പോൾ ഡിമ്പിൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു. മമ്മി ഒറ്റയ്ക്ക് ഇത് ചെയ്തിട്ട് വല്ല ബോഡി പെയിൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടി അതൊക്കെ വലിച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഡാഡി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, എൻ്റെ ഗുളികളുടെ ചെപ്പണ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് തലവേദന ഇപ്പോൾ, കാരണം അത് കഴിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വേണ്ട, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരേ ഭാഗം ക്ലീൻ ചെയ്യുന്നു ഞാൻ. ഇതൊക്കെ മൊത്തം എടുത്ത് കുടഞ്ഞ് എന്താ പറയുക ശരിക്കും വിരിച്ചു. ശരിക്കും ഈ 2 സെറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ആയാലും ഇതായാലും ചോദിക്കുമല്ലോ അവർ ഇതെന്താണ് ഇത് മാറില്ല, എല്ലാതും ഈ 2 സെറ്റ് ഉണ്ട്. കാരണം ഇവിടെ വേറൊരു കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉപയോഗിക്കണം. കാരണം ഈ ഹോള് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. അപ്പോൾ കാണുമ്പോൾ സെയിം ആണെന്ന് തോന്നും, പക്ഷേ അല്ല, 2 സെറ്റ് ഉണ്ട്. എല്ലാതും ഈ 2 സെറ്റാണ്. അപ്പോൾ അതായത് ഒരെണ്ണം മാറ്റുമ്പോൾ മറ്റേത് ഇടുമ്പോൾ അറിയില്ല എന്താണ് ഏതാണെന്നുള്ളത്. അങ്ങനെ ഞാൻ ദിവാൻ ഒരു വശത്തിട്ടു, ഈ സെറ്റ് വേറെ വശത്തിട്ടു. നോക്കിയപ്പോൾ എനിക്കും തോന്നി നല്ല സ്പേസ് ഉണ്ട്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോള് ഭയങ്കര കിടുസം പോലെയാണ്. അപ്പോൾ ഇടയ്ക്ക് എനിക്കുണ്ട്, നിങ്ങൾ എൻ്റെ മുമ്പത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, കുറേ ഫർണിച്ചേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര വ്യത്യാസമാണ് ഓരോ പ്രാവശ്യവും. എനിക്ക് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകിയേക്കാണ് ഒന്ന് മാറ്റിയിടാനായിട്ട്. എനിക്ക് തോന്നുന്നു ഡിവൈൻ പ്രസവിക്കാൻ പോയ സമയത്താണ് ഞാനിതൊന്ന് മാറ്റിയത്. കുട്ടി വരണേൻ്റെ മുമ്പായിട്ടാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ ശരിക്കും 11 മാസമായി ഞാനൊന്ന് എന്താ പറയുക അഴിച്ചു പണിതിട്ട്. അപ്പോൾ എനിക്കിതൊന്ന് ഇടയ്ക്ക് അഴിച്ചു പണിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്താലേ എനിക്ക് സമാധാനമുള്ളൂ. കാരണം എങ്ങനെ വന്നാലും അതിൻ്റെ ഇടയിലൊക്കെ പൊടിയുണ്ടാവും. അപ്പോൾ നമ്മളുടെ കൈ അവിടെ എത്തണ പോലെയൊന്നും നമ്മുടെ റോബോട്ടിനായാലും ഒന്നും പറ്റില്ല. കാരണം അതിന് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. സെറ്റി വളരെ താന്നിട്ടായിരിക്കണം. അതിന് അടിയിലേക്ക് പോകണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഉയരമുണ്ടെങ്കിൽ അതിൻ്റെ പടി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മളത് നീക്കിയിട്ട്, അല്ലെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് നീക്കി പിടിച്ച് ഇട്ട് കൊടുക്കണം. അതിനേക്കാളും നല്ലത് നമുക്ക് ഇപ്പോൾ ദൈവം സഹായിച്ച ആരോഗ്യമുള്ളപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ആ ഭാഗമൊക്കെ എടുത്തപ്പോൾ തൽക്കാലം എന്താ പറയുക ഫോട്ടോസും ഷോക്കേസും ഒക്കെ എടുത്തു എന്നുള്ളത് വളരെ നീറ്റാക്കി. ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര തൃപ്തിയായി. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് പണിയെടുത്താലാണ് എൻ്റെ മനസ്സിൽ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ന് എനിക്ക് സ്വയം തോന്നണമെങ്കിൽ എനിക്ക് പറ്റാവുന്ന പണി ഞാൻ എടുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ. നമുക്ക് പറയില്ലേ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയില്ലേ, അതുണ്ടാവുക. അപ്പം അത് എനിക്ക് ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ഈ തൂങ്ങി പിടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗുളിക കഴിച്ചതിൻ്റെ ക്ഷീണമാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരൊറ്റ കിടപ്പ് അവിടെയൊക്കെ എടുക്കും. തിരിച്ച് നമ്മൾ പറയും മടിയുള്ളിടത്താണ് ചെകുത്താൻ വന്ന് കയറാമെന്ന് പറയും. അതേസമയം നമ്മൾ ഒരു മടിയില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഒന്ന് കണ്ടോ, സമയം നോക്കിയാൽ നിങ്ങൾ 7 10 മിനിറ്റ് ഞാൻ ഏത് നേരത്തെ നിന്നതാണെന്നറിയില്ലേ നിങ്ങൾക്ക്. അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് കൊറിയർ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സന്ധ്യ നേരത്തെ പ്രാർത്ഥനയുടെ തിരി കത്തിക്കാനും ചന്ദനത്തിരി കത്തിക്കാനും കബേർഡ് തുറന്നപ്പോൾ അതൊക്കെ നോക്കിയേ നിങ്ങൾ. ഞാൻ എങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കബേർഡാന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഞാൻ ഇടയ്ക്ക് ഒതുക്കിടയിൽ ഒരു ദിവസം ഇതായിരുന്നു ഒതുക്കി കാണിച്ചത്. പക്ഷേ എന്താ ചെയ്യുക, കുട്ടികളായാലും ശരി, പിന്നെ നമ്മൾ വലിയവരായാലും എന്തെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതൊരൊറ്റ തള്ളലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒതുക്കുമ്പോൾ അത് വീണ്ടും ക്ലീനാവും. അങ്ങനെ സന്ധ്യ നേരത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അന്തരീക്ഷം തന്നെ വളരെ എന്താ പറയുക ഭയങ്കര ആ സമയമാകുമ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ എന്താ പറയുക നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സന്ധ്യ നേരത്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും ഡാഡി പ്രത്യേകിച്ച് ചാക്കോച്ചുള്ളപ്പോൾ ചെയ്യില്ല. അത് കഴിഞ്ഞ് ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചാക്കോ. അപ്പോഴേക്കും ഡിവൈനും അവരൊക്കെ തിരിച്ചെത്തി. അപ്പോഴേക്കും ചന്ദനത്തിരിയുടെ സംഭവവും എഴുതിരിയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവന് ചന്ദനത്തിരി തീരെ പറ്റില്ല, ഡിവൈനൊട്ടും പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിവൈൻ യൂസ്ഡായി. പക്ഷേ ചാക്കോച്ചന് ഒട്ടും പറ്റില്ല. അപ്പോൾ അവൻ വരണേന് മുമ്പായിട്ട് നമ്മളതൊക്കെ കത്തിച്ച് അതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെ തീർക്കും. അതുകൊണ്ടോ ഞാൻ ഒതുക്കിയിട്ടിട്ട് എത്ര നേരമായി, നിങ്ങൾ എത്ര മിനിറ്റായി എന്ന് ചിന്തിച്ചാൽ മതി. 7 മണിക്കാണ് കഴിഞ്ഞത് എൻ്റെ ഒതുക്കൽ. പക്ഷേ ഇതാ നോക്കി, ഇതാണ് ഇവിടുത്തെ അംഗം. പക്ഷേ എന്താ ചെയ്യുക, കുട്ടികളല്ലേ, അവർ ഒതുക്കണം. ഞാൻ ഒതുക്കിയാലല്ലേ അവർക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ. ഞാൻ കുട്ടികളോടായാലും പറയും, ഞാൻ ഒതുക്കിയാലേ നിങ്ങൾക്ക് വലിച്ചിടാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഒതുക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക. അപ്പോൾ മണി 8 കേട്ടോ. 8 മണിയാകുമ്പോഴേക്കും ഞാൻ ശരിക്കും 7 മണിക്ക് എൻ്റെ പരിപാടികൾ കഴിഞ്ഞുള്ളൂ. 8 മണിയാകുമ്പോഴേക്കും വീട് പഴയ പോലെ കുത്തി മറിഞ്ഞ് ഒക്കെ അലങ്കോലപ്പെട്ടു. പക്ഷേ സാരമില്ല. പക്ഷേ നമുക്ക് പൊടി പോയി എന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങളതേ ഡിന്നർ കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എൻ്റെ സാലഡ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഇതെടുത്തിട്ട് എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ കൊണ്ട് വെച്ചതാട്ടോ. അതാണ് വേറൊന്നും കാണാത്തത്. അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്കും കാര്യങ്ങൾക്ക് പോയി.
റോബോട്ടാണ് ഇതിൻ്റെ പണിയെടുക്കണു. അപ്പോൾ പാച്ചുവിൻ്റെ കുളി കഴിഞ്ഞു, അപ്പാപ്പൻ്റെ കുളി കഴിഞ്ഞു, ഓച്ചുതേ കുളിക്കാൻ പോയേക്കണു. എൻ്റെ കുളി ഇത് കഴിഞ്ഞിട്ടാണ്, ഞാൻ കിടക്കണോട് കൂടിയിട്ടാണ് കേട്ടോ കുളിക്കുക സാധാരണ. അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു റോബോട്ടിൻ്റെ പണി കഴിയുമ്പോഴേക്കും എനിക്ക് ഈ വോയിസ് ഓവർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണിയും കഴിയുമല്ലോ. അപ്പോൾ അതോട് കൂടിയിട്ട് നേരത്തോടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തോടെ ഇന്ന് എൻ്റെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു. വോയിസ് ഓവർ കൊടുക്കലും ഒക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ നാളെ ഇങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. 2.8 വളകളാണ് ഞാൻ ഓണം ഡിസ്കൗണ്ട് സെയിൽ തുടങ്ങിയിട്ടുണ്ട്. 2.8 വളകളാണ് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാറ്റസ് നോക്കിയാൽ അറിയാം. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് വേഗം ഓർഡർ ചെയ്യുക. വളരെ കുറവുള്ളൂ, ആ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നല്ല വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.